കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്നേഹിതനോടെന്നതുപോലെ സംസാരിക്കുന്ന കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ആ കാഴ്ചപ്പാടിൽ വളരെയധികം വ്യത്യാസം വരുത്തുന്ന ഒന്നാണ്, ദൈവം ഒരു സ്നേഹിതനോടെന്നതുപോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് മോശയോട്. നമുക്കറിയാം, കൂട്ടുകാരന്മാർ ഇഷ്ടമുള്ളവരാണെങ്കിൽ അടുത്തിരിക്കുന്നു, സംസാരിക്കുന്നു, അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നു, ഭയങ്കര സന്തോഷമാണ്. പിന്നെ സുഹൃത്തുക്കൾ സംസാരിച്ചിട്ടും കൊതി മാറുന്നില്ല, അത് പെട്ടെന്ന് അവസാനിക്കരുത് എന്നാഗ്രഹിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഈ സ്നേഹിതരുടെ ജീവിതത്തിൽ. അപ്പോൾ കർത്താവ് കൂടാരത്തിൽ, ദൈവത്തിൻ്റെ ഭവനത്തിൽ ആയിരിക്കുന്ന ആ സ്ഥലത്ത് മോശ സ്നേഹിതനോടെന്നതുപോലെ മോശയോട് ദൈവം സംസാരിച്ച്, മോശ ദേവാലയം വിട്ട്, കൂടാരം വിട്ട് അവൻ്റെ സ്ഥലത്തേക്ക് പോകും. പക്ഷെ അവിടെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മോശ ഈ കൂടാരം വിട്ട് അവൻ്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ ഈ കൂടാരത്തിൻ്റെ മുൻപിൽ ഒരു ചെറുപ്പക്കാരൻ ആ കൂടാരം വിട്ടുപോകാതെ അവിടെയുണ്ട്. വേറെ ആരുമല്ല, അത് ജോഷയാണ്. അതായത് താൻ ആരുമല്ല, സമൂഹത്തിലേക്ക് അങ്ങനെ ഉയർന്ന ഒരു സ്ഥാനമൊന്നും ആയിട്ടില്ല. പക്ഷെങ്കിലും ജോഷുവ എന്ന ഒരു യുവാവിനെ വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത്, മോശ ആ ജനത്തെ മുഴുവൻ നയിച്ച മനുഷ്യനാണ്. അവരുടെ സങ്കടവും വേദനയും തിരിച്ചറിഞ്ഞ വ്യക്തിയാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ഇടവരുത്തിയ മനുഷ്യനാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് വർഷങ്ങളോളം ആകാശത്ത് നിന്ന് മന്നായും കാടപ്പക്ഷിയും നൽകുവാൻ നേതൃത്വം കൊടുക്കുന്നൊരു വ്യക്തിയാണ്. വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആ വ്യക്തി ദൈവമായി സുഹൃത്തിനോടെന്നതുപോലെ സംസാരിച്ച് തിരിച്ചു പോകുമ്പോഴും ആ കൂടാരത്തിൻ്റെ മുമ്പിൽ ഒരു യുവാവ് കാത്തിരിക്കുകയാണ്. ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൂടാരം വിട്ടുപോകാതെ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഭവനമായ ദേവാലയത്തിലേക്ക് കൂടെ കടന്നു ചെന്ന് ദേവാലയത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയെയും ദൈവം കൈവിടില്ല എന്നുള്ളത്. ആ യുവാവാണ് പ്രിയമുള്ളവരെ പിന്നെ മോശയ്ക്ക് ശേഷം ആ ജനത്തെ നയിക്കാൻ തിരഞ്ഞെടുക്കുന്നത്. മോശയുടെ ഗോത്രത്തിലോ മോശയുടെ ബന്ധുവോ ഒന്നുമല്ല, പക്ഷെ കൂടാരം വിട്ടുപോകാതെ കൂടെ നിന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മേൽ ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ്. ഇന്ന് അമ്മമാർ ഒരുപാട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ കൂടാരത്തിലേക്ക് ചെല്ലാൻ മനസ്സ് കാണിക്കാത്ത ഒരുപാട് മക്കൾ ഈ കാലഘട്ടത്തിലുണ്ട്. പള്ളി പോകാൻ മടി കാണിക്കുകയും എന്നാൽ പള്ളിയിൽ അനുഗ്രഹം കിട്ടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് മക്കളുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. പക്ഷേ കൂടാരത്തിൻ്റെ മുമ്പിൽ നിന്നും വിട്ടുമാറാതെ നിൽക്കുന്ന ഒരു യുവാവിൻ്റെ മേൽ കൂടാരത്തിൻ്റെ അനുഗ്രഹം മുഴുവനും മോശയ്ക്ക് കിട്ടിയതിൻ്റെ ഒരു പങ്ക് ഈ യുവാവിന് കൊടുക്കുവാൻ ദൈവം തീരുമാനിച്ചാവുകയാണ്. അതുകൊണ്ട് കൂടാരം വിട്ടുപോകാത്ത യുവാവിൻ്റെ ചൈതന്യം എനിക്കും നിങ്ങൾക്കുണ്ടാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷേ ദൈവത്തിൻ്റെ ഭവനമായ ആ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും ആലയത്തിലായിരിക്കുവാനും അല്പസമയം ചെലവഴിക്കുവാനും ദൈവത്തിൻ്റെ മുൻപിലായിരിക്കാനും ഒരു വലിയ കൃപ ഈ ഒരു ദിവസം ഞങ്ങൾക്കും തുടർന്ന് നൽകണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. തന്നിൽ വസിക്കും തിരുനാഥന
പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.